അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തറിൻ്റെ തക്ബീർ എവിടെ മുതൽ എവിടം വരെയാണ് ചൊല്ലേണ്ടത് എന്ന് പലപ്പോഴും പല ആളുകളും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനത്തിൽ പറയുന്നത് വലിതുക്മിലുൽ ഇദ്ദ 30 എണ്ണം അല്ലെങ്കിൽ മാസം പൂർത്തീകരിച്ച ശേഷം വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് സന്മാർഗം നൽകിയ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് തക്ബീർ ചെല്ലുക എന്നാണ്. അപ്പോൾ തക്ബീർ ചെല്ലൽ വലിയ പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് ഏതുവരെ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ ചർച്ചകൾ തന്നെയുണ്ട്. ഇമാം ദാറഖുത്നി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. കാന യുകബ്ബിറു യൗമൽ ഫിത്രി മിൻ ഹീന യഖ്റുജു മിൻ ബൈതിഹി ഹത്താ യഅതിയൽ മുസല്ല. അതായത് പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി ആ സ്ഥലത്ത് എത്തുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലിയിരുന്നു എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ നമസ്കാരം വരെയാണ് തക്ബീർ ചെല്ലേണ്ടത് എന്നാണ്. അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തറിൻ്റെ തക്ബീർ വലിയ പെരുന്നാളിൻ്റെ ഈദുൽ അദ്ഹയുടെ തക്ബീർ പോലെ അയ്യാമു തശ്രീഖിൻ്റെ ആ 4 ദിവസങ്ങളിലായിട്ടല്ല, മറിച്ച് ഈദുൽ ഫിത്തറിൻ്റെ തക്ബീർ എന്ന് പറയുന്നത് പെരുന്നാൾ രാവ് അഥവാ പെരുന്നാളാണ് എന്ന് ഉറപ്പിക്കുകയോ ചന്ദ്രകല കാണുകയോ മാസപ്പിറവി കാണുകയോ അല്ലെങ്കിൽ മാസം പൂർത്തിയാകുകയോ ചെയ്യുന്ന ആ മഗ്രിബിൻ്റെ ആ നേരം മുതൽ അഥവാ പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള സമയം വരെ തക്ബീർ ചെല്ലാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.